രാത്രി കാര്യമായിട്ട് റീൽ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ വിളിച്ച് ചോദിക്കുന്നത് നാളെ എപ്പോഴാണ് നിങ്ങൾ വരികയെന്ന്. ആര് എന്തിന് എങ്ങോട്ട് എന്നുള്ള ഭാവമായിന് എനിക്ക്. അന്നപ്പോഴാണ് എനിക്ക് കത്തുന്നത് നാളെ ഒരു എന്നവർക്ക് ഉണ്ട് എന്നുള്ളത്. ഞാൻ ഇവർക്ക് മറന്നതല്ല, എന്റെ മുന്നിൽ 28-ാം തീയതി ആണ് എന്നാണ്. കറക്റ്റ് സമയത്ത് ബ്രൈഡ് വിളിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് നടന്നു. ബ്രൈഡിന്റെ നാട്ടിലേക്കുള്ള ബസ് കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് അങ്ങോട്ടേക്ക് ഇത്രയും ദൂരം ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഞാൻ ആള് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയിട്ട് ആളെ വിളിച്ചോട്ടോ. അവിടെ ഇറങ്ങിയിട്ട് ഓട്ടോയിൽ വേണം പോവാൻ. അങ്ങോട്ടേക്കുള്ള വഴി അറിയാനാണ് ബ്രൈഡിനെ വിളിക്കുന്നത്. ആദ്യം വിളിച്ചപ്പോൾ ആൾ കോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനൊരു 2-3 വട്ടം വിളിച്ചപ്പോൾ ആൾ കോൾ എടുത്തു. അങ്ങനെ ആളുടെ വീട്ടിലെത്തി. അങ്ങനെ അവിടെ എത്തി. ഞാൻ അവിടെ ഇരുന്നപ്പോൾ ആളുടെ ഉമ്മ വന്ന് എന്നോട് ചോദിച്ചു നാസ്ത കഴിച്ചിട്ടാണോ വന്നേന്ന്. അതെന്താ പഠിച്ചവനെന്നുള്ള അന്താളിപ്പിലായിരുന്നു ഞാനുള്ളത്. എനിക്കത് മനസ്സിലായില്ല എന്ന് തോന്നിയപ്പോൾ അവർ പറഞ്ഞു ചായ കുടിച്ചിട്ടാണോ വന്നേന്ന്. ഞാൻ ചായ എല്ലാം കുടിച്ചാന്ന് പറഞ്ഞെങ്കിൽ അവരെനിക്ക് ചായയൊക്കെ തന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഫ്ലോറിൽ തന്നെ ചെയ്യുന്നത്. എനിക്ക് കൂടുതലായിട്ടും ഇന്ത്യൻ ഡിസൈൻ ആണ് ഉണ്ടാവല്. ഇപ്പൊ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഇന്ന് എന്നെ ഇടാൻ പോകുന്നത്. അതുകൊണ്ട് ചെറുതായിട്ടൊക്കെ കഴുത്തൊക്കെ വേദന ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നല്ല സ്ലോ ആയിരുന്നു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് 3 ബസ് മാറി കയറാനുണ്ട്. അതിൽ 2 ബസ്സിലായിട്ട് ഒരു 3/4 മണിക്കൂറോളം ട്രാവൽ ചെയ്യാനും ഉണ്ട്. അപ്പൊ സുഖമായിട്ട് ഇരിക്കാലോ എന്ന് ഞാൻ വെറുതെ ഒന്ന് വിചാരിച്ചു പോയി. സൈഡിലായിരുന്നു ഇരുന്നത്. ഒരു വണ്ടി എന്നെ പാസ് ചെയ്ത് പോയതും എന്റെ കണ്ണിലേക്ക് എന്തോ വന്ന് വീണതും എനിക്ക് ഓർമ്മയുണ്ട്. ബസ് നിർത്തിച്ചിറങ്ങിയാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. വീട്ടിലെത്തിയിട്ടും അതിനൊരു മാറ്റവും ഇല്ല. ഞാൻ വിചാരിച്ചു കണ്ണടിച്ചു പോയി.